ഹായ്. ഞാൻ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്നെ അവർ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്നെ അവർക്ക് വെറുതെ വിട്ടൂടെ എന്നൊക്കെ. പലതരം ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ഹറാസ്മെന്റ് നമ്മളല്ലേ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉപദ്രവങ്ങളാണ് ഈ ഒരു കൊതുക് കടി ആയാലും അല്ലെങ്കിൽ ചൂട് മൂലം, മഴ മൂലം, മഴക്കെടുതികൾ അല്ലെ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് അല്ലെ ഒരു ഉപദ്രവങ്ങൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് സമൂഹത്തിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും. എന്താണ്, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം അല്ലെ, ആ രീതിയിൽ അവഹേളനം നമുക്ക് പല രീതിയിൽ കിട്ടാറുണ്ട്. അതുപോലെ മാനസിക ഉപദ്രവങ്ങൾ നമ്മൾ നേരിടാറുണ്ടല്ലേ. അതായത് മടിയൊന്നും കൂടാതെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ ആകട്ടെ ഒരു പുരുഷനാവട്ടെ, അങ്ങനെ നിരന്തരം ജോലി ചെയ്യുന്നത് മൂലം ചിലർ പറയും അവൾക്ക് എന്തിനാണ് ഈ ജോലി ചെയ്യേണ്ട ആവശ്യം, അല്ലെ അവൾക്ക് എന്തിനാണ്, അവൻ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, അവൻ ഇത് ചെയ്തു കൂടെ എന്നുള്ള രീതിയിൽ നിരന്തരം ക്വസ്റ്റ്യൻ ചെയ്യൂല്ലേ. അതെന്തിനാണ്? അവർക്ക് അസൂയ കൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം അവർ ഈ മടി പിടിച്ചിരിക്കുന്നവരാണ് മിക്കവാറും ജോലിക്കൊന്നും പോകാതെ. മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു സമയമൊക്കെ അവർക്കുണ്ട്. അവരുടെ സമയം പോകുന്നത് തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും അല്ലെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തിയിട്ടൊക്കെ ആയിരിക്കും. ഈ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടാവും. അതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും അതൊക്കെ ആയിരിക്കും അല്ലേ. ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഹറാസ്മെന്റ് നമ്മൾ തീർച്ചയായിട്ടും നേരിടുന്നുണ്ട്. ഇങ്ങനെ ഉപദ്രവങ്ങളെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം. ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം സ്വയം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു സഹിഷ്ണുത നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എതിർത്ത് പറയുന്നവരുമായി സ്നേഹത്തോടെ പെരുമാറുക, തുറന്നു സംസാരിക്കുക. അതായത് ഒരു സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ തീർക്കുക. ആ ഗുരുതരമായ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് നിയമസഹായമൊക്കെ ഉണ്ട് ഇവിടെ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. സൈബർ സെല്ല് വഴിയൊക്കെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വയം പ്രതിരോധം തീർക്കാൻ നമ്മൾ പഠിക്കണം അല്ലെ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതമാണ്, നമ്മൾ ആരോ എന്തോ പറഞ്ഞിട്ട് നമ്മളത് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ആളുകളൊന്നും നമ്മളെ സഹായിക്കാൻ വരില്ല. നമ്മളെ തൊട്ടാവാടിയെ പോലെ ആയാൽ വീണ്ടും അവർ തൊടാൻ വരും അല്ലേ. കാരണം നമ്മൾ വാടി പോകുന്നത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് തീർച്ചയായിട്ടും സങ്കടം വരും. നമ്മളത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കാതെ നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഉപദ്രവങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവില്ല, പക്ഷേ അതിനെ എങ്ങനെ നേരിടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെറിയ ഉപദ്രവങ്ങളൊക്കെ നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്നാൽ വലിയ ഉപദ്രവങ്ങളാവട്ടെ നമുക്ക് ഐക്യത്തോടെയും അതുപോലെ ധൈര്യത്തോടും കൂടി നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്.